തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായി നിയമിതനായ അഡ്വക്കേറ്റ് എ അജികുമാറിനെ കായംകുളം കീരിക്കാട് തെക്ക് 334 നമ്പർ SNDP ശാഖായോഗത്തിന്റെയും മൂലേശ്വരിൽ ശ്രീ മഹാദേവ ക്ഷേത്ര ദേവസ്വത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. അനുമോദന യോഗവും നടത്തി. കായംകുളം കീരിക്കാട് തെക്ക് 334 നമ്പർ SNDP ശാഖായോഗത്തിന്റെയും മൂലശ്ശേരിൽ ശ്രീ മഹാദേവ ക്ഷേത്ര ദേവസ്വത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായി നിയമിതനായ അഡ്വക്കേറ്റ് എ അജികുമാറിന് സ്വീകരണം നൽകി. ക്ഷേത്രനടയിൽ പൂർണ്ണകുംഭം നൽകി അജികുമാറിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ ശാഖായോഗം വൈസ് പ്രസിഡന്റ് MK പ്രദീപ് അധ്യക്ഷനായി. 6-7 വർഷക്കാലമായിട്ട് നമ്മൾ കാത്തിരുന്ന ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ദശദിന മഹോത്സവത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. തൃക്കൊടിയേറ്റോടുകൂടി ആ മഹനീയമായ ചടങ്ങിൽ ഞങ്ങൾ മറ്റൊരു മഹനീയമായ ചടങ്ങിന് തീരുമാനിക്കുകയായിരുന്നു. മറ്റൊന്നുമല്ല, നമ്മളിൽ ഒരാളായ നമ്മുടെ പ്രിയപ്പെട്ട, ഞങ്ങളൊക്കെ വിളിക്കുന്ന, ഞങ്ങൾ വക്കീലൊന്നും പറയാറില്ല, സ്നേഹസമ്പന്നനായ ശ്രീമാൻ അഡ്വക്കേറ്റ് അജികുമാറിന് നമ്മുടെ ഈ കായംകുളത്തോ പരിസരത്തോ ഒന്നുമില്ലാത്ത ആദ്യമായിട്ട് കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് അദ്ദേഹത്തിനെ നിയമിതനാക്കിയിരിക്കുകയാണ്, നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ നാട് ഒരു സ്നേഹാദരവ് നൽകിയില്ലെങ്കിൽ പിന്നെ ആരാണ് അദ്ദേഹത്തിനെ ആദരിക്കുന്നത്? ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു പുണ്യജന്മത്തിൽ, ഒരു മനുഷ്യായുസ്സിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും മഹനീയമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് നിങ്ങൾ. മറ്റൊന്നുമല്ല, ഈ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന് ശേഷമുള്ള തൃക്കൊടിയേറ്റ് നടന്നു കഴിഞ്ഞിരിക്കുന്ന, എല്ലാവരും കണ്ട് സായുജ്യമടങ്ങിക്കഴിഞ്ഞിരിക്കുന്ന ആ ധന്യ മുഹൂർത്തത്തിന് ശേഷം നമ്മൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പറായിട്ട് നിയമിതനായ അഡ്വക്കേറ്റ് സജികുമാറിനെ നിങ്ങളുടെ എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മൾ ബഹുമാന പുരസ്സരം, സ്നേഹ പുരസ്സരം ആദരിക്കുവാനാണ്. ദേവസ്വം സെക്രട്ടറി R സതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് എ അജികുമാർ അനുമോദനത്തിനും ആദരവിനും നന്ദി പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ മെമ്പറായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ചെന്നപ്പോഴാണ് 1950 ദേവസ്വം ബോർഡ് രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ അംഗങ്ങൾ അന്തരിച്ച മഹാരഥന്മാരായിട്ടുള്ള മന്നത്ത് പത്മനാഭനും R ശങ്കറും ആയിരുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ആ മഹാമേരുക്കൾ അവരിരുന്ന കസേരയിലാണ് ഈ മൺതരിയുടെ മാത്രം വലിപ്പമുള്ള എനിക്കിരിക്കേണ്ടി വന്നതെന്ന് ആലോചിച്ചപ്പോൾ വല്ലാത്ത ഭയാശങ്കയും എന്നാൽ ഒരു ആത്മാഭിമാനവും ഉണ്ടായി. പക്ഷേ ആ ജോലി ഏൽപ്പിക്കുന്ന ദൗത്യം വളരെ വലുതാണ്. ഇന്ന് 10 മണിക്ക് എനിക്ക് എത്തേണ്ടതാണ്. ഈ യോഗം ബഹിഷ്കരിച്ച് പോയാൽ 2 വർഷം കഴിഞ്ഞ് ഇതുവരെ കാണുമ്പോൾ ഇവൻ നിഷേധിയാണ്, യോഗം നിഷേധിച്ചിട്ട് പോയ ആളാണെന്ന് പറയുന്ന പേരുദോഷം ഭയന്നിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ഷേത്ര തന്ത്രി, ഞാൻ ഇതുവരെ ശിവഗിരി വന്നില്ല, നവംബർ 14 ചാർജ് എടുക്കുന്നു. 60 ദിവസം ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുക, മണ്ഡല മകരവിളക്ക് കാലം. അതുകൊണ്ട് തന്ത്രി പറഞ്ഞത് ശിവനാരായണ തീർത്ഥ സ്വാമി അല്ലേ, എനിക്ക് വലിയ സന്തോഷം അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം പറഞ്ഞത് തന്ത്രിമാരുടെ നിയമനം ബ്രാഹ്മണ സമൂഹത്തിന് മാത്രമായി പരിമിതപ്പെടുത്താനുള്ള ചില നീക്കങ്ങൾ നടക്കുന്ന ഒരു ആശങ്ക അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞ്, ശാന്തിമാരുടെ അല്ലേ, അതെ ശാന്തിമാരുടെ നിയമനം. അപ്പോൾ അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഇത് നവോത്ഥാന കേരളമാണ്. ചാതുർവർണ്ണയത്തിൻ്റെ ഇരുണ്ട ഇടനാഴിയിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത്രയും പറഞ്ഞാൽ പോരെ, അത്രയും പറഞ്ഞാൽ പോരെ ഇല്ലേ, അത്രയും പറഞ്ഞാൽ പോരെ. അതല്ല, അത് നമ്മുടെ ഭരണഘടനയ്ക്കുമെതിരാണ്. ഞാനിത് വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല, അങ്ങനൊന്നും സമ്മതിക്കത്തില്ല. പിന്നെ ഇത് തീർച്ചയായിട്ടും നമ്മുടെ ക്ഷേത്രങ്ങളെന്ന് പറയുമ്പോൾ ആത്മാവിൻ്റെ ആലയങ്ങളാണ്. ഇത് ക്ഷിതിയില്ലാത്തതാണ്, ക്ഷയമില്ലാത്തതാണ്. അതുകൊണ്ട് ഈ പ്രദേശത്തെ ആത്മീയതയുടെ ഇല്ലേ ഒരു പ്രഭവ കേന്ദ്രമായി ഈ ക്ഷേത്രം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം അത് കുടികൊള്ളുന്ന പ്രദേശത്തെ സർവ്വ ഐശ്വര്യങ്ങളുടെയും പ്രതീകങ്ങളാണ്. ഒരുപാട് വിശദാംശങ്ങളിൽ പോലും എനിക്കിപ്പോൾ സമയം എന്നെ അനുവദിക്കുന്നില്ല. നമ്മുടെ വേദങ്ങളിൽ, ഇതിഹാസങ്ങളിൽ, പുരാണങ്ങളിലെല്ലാം ക്ഷേത്രങ്ങളെപ്പറ്റി എത്രയോ കാര്യങ്ങളുണ്ട്. തുടർന്ന് ക്ഷേത്രതന്ത്രി ശിവഗിരി മഠം ശിവനാരായണൻ തീർത്ഥസ്വാമികൾ അനുമോദന പ്രസംഗം നടത്തി. CDNet ന്യൂസ് കായംകുളം.